ഈ ഒരു ഫ്രെയിം കണ്ടോ? നമ്മളിങ്ങനെ ഇന്ത്യയിലെ റോട്ടിലൂടെ പോകുന്നു. അതിൻ്റെ ഇടത് ഭാഗത്ത് നമ്മുടെ കിഷൻ ഗംഗ നദി, അതിൻ്റെ അപ്പുറത്ത് പാകിസ്ഥാൻ. ഈ ഭാഗത്ത് ഈ പുഴയല്ലാതെ വേറെ ഇരുമ്പ് വേലികളൊന്നും ഇല്ല കേട്ടോ അതിർത്തിയിൽ. അപ്പോൾ നമ്മൾ ഈ എത്തി നിൽക്കുന്ന ഗ്രാമത്തിൻ്റെ പേരാണ് സിമാരി. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പാകിസ്ഥാനിലെ ആ ഗ്രാമവും സിമാരി തന്നെയാണ്. ഹൃദയങ്ങൾക്കിടയിൽ വേലി കെട്ടി വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതിന് മുൻപ് ഈ പുഴക്കക്കരയും ഇക്കരയുമായി കിടക്കുന്ന സിമാരി എന്ന ഒറ്റ ഗ്രാമമായിരുന്നു ഇത്. 1947 ശേഷം അത് അവരുടെ സിമാരിയും ഇത് നമ്മുടെ സിമാരിയും ആയതാണ്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഈ ഗ്രാമവാസികളുടെ ജീവിതം രണ്ടായി പിളർന്നു. ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾ 2 രാജ്യങ്ങളിലെ പൗരന്മാരായി മാറി. നടുവിലൂടെ ഒഴുകിയ കിഷൻ ഗംഗ നദി അതിർത്തിയായി മാറി. അവരതിനെ വേറെ പേര് വിളിച്ചു. അപ്പുറത്ത് സ്വന്തം സഹോദരനാണെന്ന് അറിഞ്ഞിട്ടും ഒന്ന് അടുത്തേക്ക് പോകാൻ പോലും പറ്റാതെ കാലങ്ങളോളം ഇവർ കഴിഞ്ഞു. ഒരു കല്യാണമോ മരണമോ ഉണ്ടായാൽ ഈ പുഴക്കരയിൽ വന്നു നിന്ന് കൈവീശി കാണിക്കുകയും ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തിരുന്നതായി മുതിർന്നവർ പറഞ്ഞത് ഇവർ ഓർത്തെടുക്കുന്നുണ്ട്. അതിർത്തി മനുഷ്യരെ 2 രാജ്യക്കാരാക്കിയെങ്കിലും പ്രകൃതിയും സംസ്കാരവും ജീവിത രീതിയും ഭാഷയുമെല്ലാം പഴയ പോലെ തന്നെയാണ്. 2 ഭാഗത്തെയും പഹാരി പാട്ടുകളും സൂഫി സംഗീതവും അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പള്ളികളിൽ നിന്നുയരുന്ന ബാങ്ക് വിളികളും ഇരു ഗ്രാമത്തിലുള്ളവർക്കും ഒരുപോലെ കേൾക്കാം. പശ്ചാത്തലത്തിൽ 2 ബാങ്ക് വിളി കേൾക്കുന്നില്ലേ? അതിലൊന്ന് അപ്പുറത്തുനിന്നാട്ടോ, പാകിസ്ഥാനിലതേ നേരെ കാണുന്ന ആ പള്ളിയിൽ നിന്നാണ് ഒരു ബാങ്ക്. പിന്നെ നമ്മുടെ ഇവിടെ ഈ ചുറ്റുപാടത്തെ ഒരു പള്ളിയിൽ നിന്നാണ്. അപ്പം പിന്നെ നമുക്ക് ഒരു പുഴക്കക്കരെ പാകിസ്ഥാൻ കാണുന്ന ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ സിമാരി എന്ന ഗ്രാമം വിശദമായിട്ടൊന്ന് കാണാം. ഞാൻ അഷഫ് എക്സൽ, വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. യെസ്, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. ഇതാണ് നമ്മൾ താമസിച്ച വീട്. നമ്മുടെ മുഷ്താഖ് ബ്രോയുടെ വൈഫിന്റെ അനിയത്തിനെ കല്യാണം കഴിച്ച വീടാണിത്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് പാകിസ്ഥാനോട് അടുത്ത് കിടക്കുന്ന ഇന്ത്യയുടെ ഈ ഭാഗത്തെ ഏറ്റവും ലാസ്റ്റ് വില്ലേജിലേക്കാണ് കേട്ടോ. അവിടെയാണ് മുഷ്താഖ് ബ്രോയുടെ വൈഫിന്റെ ശരിക്കും വീട്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ വീടിന്റെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മല കാണാം. ആ മലയിൽ ഒരു മിലിറ്ററി പോസ്റ്റ് ഉണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാനെതിരെ ഇന്ത്യ അറ്റാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അറ്റാക്ക് പോയിന്റ് അതായിരുന്നു. അതിർത്തിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും ബാധിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം വില്ലേജുകളിൽ ഇവര് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബങ്കേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ അതുപോലത്തെ ഒരു ബങ്കർ ഉണ്ട് കണ്ടോ. ഇത് പുതിയത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിന്റെ പണി കഴിഞ്ഞിട്ടില്ല. നമുക്ക് അതിന്റെ അകത്തുനിന്ന് പോയി നോക്കാം. ഭൂമിക്ക് അടിയിലേക്കാണ് കേട്ടോ ബങ്കേഴ്സ് ഉണ്ടാക്കുന്നത്. നല്ല കട്ടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുക. ഇത് കണ്ടോ, ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഒരു ചെറിയൊരു വഴി പോലെയാണ്. എല്ലാ ബങ്കറും ഇതുപോലെ തന്നെ ആവണം എന്നില്ല കേട്ടോ. അതിനുശേഷം കണ്ടോ ഇവിടെ ഒരു റൂമുണ്ട്. പിന്നെതാ ഈ ഭാഗത്തൊരു റൂമുണ്ട്. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ഒരു 80% 90% ഭൂമിക്ക് അടിയിലേക്കാണ്. ഈ കാണുന്ന ഒരു വെന്റിലേഷൻ ഉണ്ടല്ലോ, ഇത് മാത്രമേ ഭൂമിക്ക് മുകളിൽ കേട്ടോ. അതുപോലെ തന്നെ ഇത് ഭയങ്കര കട്ടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അത്യാവശ്യം ഒരു 19 പേർക്കൊക്കെ ഇതിനകത്ത് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചില സമയത്ത് സൈറൺ വരുത്തറേ. അങ്ങനെ സൈറൺ വരുന്ന സമയത്ത് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ബങ്കറുകളിലേക്ക് മൂവ് ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ അല്ലാത്ത രീതിയിൽ സർക്കാർ ഗവൺമെന്റ് ഇവരെ അറിയിക്കും. അപ്പോഴും ഇവർ അത്യാവശ്യം വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇത്തരം ബങ്കറുകളിൽ അത്ര കഴിയാട്ടോ. ഇവിടെ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും അങ്ങനെ ആവശ്യം വരാറില്ല. പക്ഷെ കുറെ പ്രാവശ്യം ഈ ബങ്കറുകളിലേക്ക് താമസം മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവർ പറഞ്ഞത്. കണ്ടോ ഇവിടെ വേറൊരു റൂമുണ്ട്. ഈ ബങ്കറിന് മുകളിൽ ഇവർ വീട് കൂടി പണിയുന്നുണ്ട്, പുതിയൊരു വീട്. അപ്പൊ ഇതാണ് കേട്ടോ ഇവര് ഇപ്പൊ പുതുതായിട്ടുണ്ടാക്കിയ ബങ്കർ. ഇവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ. ഇവര് താൽക്കാലികമായിട്ട് ഈ ഷീറ്റ് വെച്ചുണ്ടാക്കിയൊരു മതിലാണ്. ഇവിടെ ചെറിയൊരു ഗേറ്റ് ഉണ്ട്. ഇത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരെ വ്യൂ നോക്കിയേ, ഇങ്ങോട്ടും നോക്കിയേ, എന്ത് ഭംഗിയെ കാണാന്. ഇവരുടെ കൃഷി സ്ഥലങ്ങളാണ്. നെൽകൃഷി, ബാർലി, ഗോതമ്പ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ ദൂരെ മല. ഇവിടെ കണ്ടോ ഇത്തരം വില്ലേജിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കുറെ വെള്ളം ഒഴുകുന്നത് കാണാം കേട്ടോ. ഇതിങ്ങനെ ത്രൂ ഔട്ട് ദ ഇയർ, വർഷം മുഴുവനും ഒഴുകിക്കൊണ്ടിരിക്കത്രേ. ഞാൻ ഇപ്പോൾ ഇവരോട് ചോദിക്കായിരുന്നു ഈ വീട്ടുകാരുടെയൊക്കെ, അതായത് ഈ വില്ലേജിൽ മൊത്തം ആൾക്കാരുടെ വെള്ളത്തിന്റെ സോഴ്സ് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പൊ പറയുന്നത് ഇവർക്ക് കിണറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇവരുടെ എല്ലാ വെള്ളത്തിന്റെ ആവശ്യവും നിറവേറ്റാനുള്ള വെള്ളം ഇവർക്ക് ഈ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന സ്പ്രിംഗ് വാട്ടറിൽ നിന്ന് കിട്ടത്രേ. അതായത് വർഷം മുഴുവൻ കിട്ടുന്നു, എപ്പോഴെങ്കിലും അല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വെള്ളത്തിന്റെ ക്ഷാമം എന്ന് പറയുന്ന സംഭവമല്ല കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇത് സമൃദ്ധമായിട്ടാന്ന് പറയും ഇവർ കൃഷി ചെയ്യുന്നത്. കൃഷി സ്ഥലങ്ങൾ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അപ്പൊ എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരു മണിക്കൂർ ലേറ്റായിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പുറപ്പെടാം.
നമ്മുടെ യാത്രകളിൽ പലപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ വളരെ യാദൃശികമായിട്ടാണ് കേട്ടോ ഇന്നലെ ഈ വീട്ടിൽ താമസിച്ചത്. ഇന്നലെ രാത്രി ഒരുപാട് വൈകിയപ്പോൾ ഇന്നിനി ടീറ്റോളിലേക്ക് പോകേണ്ട, നാളെ രാവിലെ പോയാൽ പോരെ എന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിച്ചപ്പോൾ നമ്മളവിടെ നിന്ന് പോയതാണ്. എന്തായാലും അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ മനോഹരമായ വില്ലേജിൽ ഒരു രാത്രി കഴിഞ്ഞുകൂടി അതുപോലെ തന്നെ ഈ നിഷ്കളങ്കരായ മനുഷ്യരുടെ ലൈഫ് കാണാൻ പറ്റി, അവരോട് കൂടെ കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റി, അവരുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റി, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. എന്തായാലും നമ്മൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി കേട്ടോ. ഈ ഗ്രാമത്തിന്റെ ഭംഗിനെ കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവുന്നില്ല കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞാൻ. അതല്ലെങ്കിൽ ഒരു 2-3 ദിവസമെങ്കിലും മിനിമം പ്ലാൻ ചെയ്തിട്ട് വരുമായിരുന്നു. ഇതിപ്പോ എനിക്കൊരു 3 ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങളുണ്ട്. അത് കാരണം ഈ ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി തിരിച്ചു പോയേ പറ്റുള്ളൂ. എനിക്ക് നാളെ ശ്രീനഗർ എത്തിയേ പറ്റുള്ളൂ. അതല്ലായിരുന്നെങ്കിൽ എന്തായാലും ഒരു മിനിമം 3-4 ദിവസം ഞാൻ ഇവിടെ താമസിക്കുമായിരുന്നു കേട്ടോ. എന്ത് രസമാണെന്നറിയോ, എവിടെ നോക്കിയാലും നല്ല പ്രകൃതി ഭംഗിയാണ്. പിന്നെ അതിനപ്പുറം ഇവിടുത്തെ മനുഷ്യന്മാരും അടിപൊളിയാണ്. അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി നമുക്ക് പോകാൻ തോന്നുമല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മറ്റു കാരണങ്ങൾക്കൊക്കെ പുറമെ ഞാൻ ഒറ്റ ദിവസത്തേക്ക് പെർമിറ്റ് എടുത്തുള്ളൂ. അത് കാരണം നമുക്ക് ഇന്ന് രാത്രി വരെ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, നാളെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാനങ്ങനെ മാരുതി ഈക്കോയുടെ വിൻഡോയിലൂടെ പുറം കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കാൻ കേട്ടോ. ചാനിപ്പോരയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം കുറേ ദൂരം നമുക്ക് പണി നടക്കുന്നതും പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ ആയിട്ടുള്ള റോഡുകളൊക്കെ ആയിരുന്നു. കുറേ സമയം നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തീരെ വീതി കുറഞ്ഞിട്ടുള്ള പാറ തുറന്നുണ്ടാക്കിയ തലക്ക് മുകളിൽ ഇങ്ങനെ പാറക്കെട്ടുകൾ തൂങ്ങി നിൽക്കുന്നത് പോലെയുള്ള റോഡുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയി കേട്ടോ. കുറേ സമയം നമ്മളുടെ കൂടെ തന്നെ പാരലായിട്ടൊരു പുഴയും ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ ചാനിപ്പോരയിൽ നമ്മൾ ഒരു 10 കിലോമീറ്റർ ദൂരം വന്നപ്പോൾ നമുക്ക് അവിടെ ചെക്ക് പോസ്റ്റ് കിട്ടിയിട്ടോ. ഒരു പുഴയാണ്, ഒരു പാലമുണ്ട്, പാലത്തിൽ തന്നെയാണ് ചെക്ക് പോസ്റ്റ്. അവിടെ നമ്മൾ വീണ്ടും നമ്മളെ പെർമിറ്റ് കാണിച്ചു കൊടുക്കണം, വീണ്ടും നമ്മുടെ ആധാർ കാണിച്ചു കൊടുക്കണം, പിന്നെ നമ്മളെ ഒരു സ്കാനിങ് ഒക്കെ ചെയ്യും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കടത്തി വിടുള്ളൂ. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീറ്റോൾ എന്ന് പറയുന്ന ആ ഒരു ഏരിയ തുടങ്ങിട്ടോ. നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലം ഇന്ത്യയാണ്, പക്ഷെ അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയുടെ അപ്പുറം POK ആണ് കേട്ടോ, പാക് ഒക്കുപൈഡ് കശ്മീർ. ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് കേട്ടോ. നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ഇതിനകത്ത് ഏറ്റവും അവസാനം വരുന്ന ഒരു വില്ലേജ് ഉണ്ട്, അവിടം വരെയാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടോ, ഒരുപാട് പഴയ കെട്ടിടങ്ങളാണ് കണ്ടോ. ഇപ്പൊ ശരിക്കും കാണാം, ഇവിടെ ഒരു പുഴയുണ്ട്, ആ പുഴയുടെ അപ്പുറം പാകിസ്ഥാനാണ്. ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്കൊരു നമ്പർ തന്നിട്ട്, ഒരു സീരിയൽ നമ്പർ. ഇന്നത്തെ രാവിലെ മുതൽ ഉള്ള വണ്ടികളുടെ എണ്ണം നോക്കിയിട്ടായിരിക്കും നമ്മൾ വൈകുന്നേരം തിരിച്ചു വരും. നമുക്ക് ഇന്നൊരു ദിവസത്തേക്ക് മാത്രമുള്ള പെർമിറ്റ് ഉള്ളൂ. തിരിച്ചു പോകുമ്പോൾ ചെക്കിങ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അത് ഞാൻ പോകുമ്പോൾ പറയാം. വൈകുന്നേരം നമ്മൾ തിരിച്ചു പോയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആധാർ കാർഡും ആധാർ നമ്പറൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യും നമ്മൾ എവിടെ പോയി എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. ബോർഡർ സൈഡ് അല്ലേ, അതിങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളിപ്പോ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഒറ്റ വഴി മാത്രമേ ഇങ്ങോട്ട് വരാനുള്ളൂ. ഇവിടെ ഈ പുള്ളി കാണുന്ന ആൾക്കാരൊക്കെ പരിചയമുണ്ട് കേട്ടോ. പുള്ളിയുടെ വൈഫിന്റെ നാടല്ലേ, ഇപ്പൊ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് നിർത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കും. ഓ ഇപ്പൊ കണ്ടോ, നമ്മൾ കുറച്ചും കൂടിയും ഈ പുഴയുടെ അടുത്തെത്തിട്ടോ. ഈ വീടൊക്കെ പാകിസ്ഥാൻ കേട്ടോ, പാകിസ്ഥാനികൾ താമസിക്കുന്ന വീടുകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ POK ഇത്രയും അടുത്ത് നിന്ന് കാണുന്നത് കേട്ടോ. Your relative? This is my wife's brother. Wife's brother? Yes. Hi. He's also cousin brother. Okay. ഞാനേ അവിടെ ഒന്ന് നിർത്തിയിട്ട് 2 ഷോട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കേട്ടോ. അപ്പൊ പുള്ളി വണ്ടി കൊണ്ടൊന്ന് നിർത്തിയ സ്ഥലം കാണിച്ചു തരണോ? ഇത് കണ്ടോ, തുറക്കുമ്പോ കണ്ടോ. ഞാൻ ഇവിടെ എങ്ങനെ ഇറങ്ങുന്നത്, താഴെ പുഴയാണ്. മറ്റേ ജഗതി കാറിൽ നിന്ന് ഇറങ്ങിയ പോലെ ആയിരിക്കും. അതുണ്ടോ വണ്ടി നിർത്തിയേക്കണം. അവിടെ വീതിയില്ല റോഡ്, ഇങ്ങനത്തെ നിർത്താൻ പറ്റുള്ളൂ. ഇതാ ഇവിടെ ഒരു കടയും വീടുകളൊക്കെ കേട്ടോ. അപ്പൊ ഇതാണ് ടീറ്റോൾ എന്ന് പറയുന്ന വില്ലേജ്. ടീറ്റോൾ കുറച്ച് വലിയ ഏരിയക്ക് പറയുന്ന പേരാണ്. ലാസ്റ്റ് വില്ലേജ് നെയിം ഈസ് സിമാരി. ഹൗ ഫാർ ഇറ്റ് ഫ്രം ഹിയർ? 5 to 6. ജസ്റ്റ് 5 to 6. ഒരു 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും അവസാനത്തെ വില്ലേജ്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പതാ ഞാൻ ജസ്റ്റ് ഈ POK ഒന്ന് തൊട്ടടുത്തുനിന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ. ഈ പുഴയാണ് ശരിക്കും ഇവിടുത്തെ അതിർത്തി കേട്ടോ. കണ്ടോ, നമുക്ക് ജസ്റ്റ് സൂം ചെയ്തിട്ട് പാകിസ്ഥാനത്തെ വീടുകളൊന്ന് കാണാം. പാകിസ്ഥാനികൾ ജീവിക്കുന്ന വീടുകളാണ്. ഇന്ത്യക്കാർ കാണാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. അവന്മാരുടെ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ടോ. ഈ പുഴയുടെ പേര് കിഷൻ ഗംഗ എന്നാട്ടോ. അതായത് നമ്മൾ കിഷൻ ഗംഗ എന്ന് വിളിക്കും, പാകിസ്ഥാനികൾ ഈ പുഴയെ നീലം റിവർ എന്നാട്ടോ വിളിക്കുന്നത്.
അപ്പൊ അങ്ങനെയാണ് നമ്മൾ കുറച്ച് സമയം ഇവിടെ ഈ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. ഈ പുറകിൽ കാണുന്നതാണ് കേട്ടോ മുഷ്താഖ് ബ്രോയുടെ വൈഫിന്റെ വീട്. അവരുടെ തറവാട്ട് വീടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇത് അദ്ദേഹത്തിന്റെ, അതായത് വൈഫിന്റെ അങ്കിളിന്റെ ഷോപ്പാണ് കേട്ടോ. ഇത് ഒരു ചെറിയ പലചരക്ക് കട, എല്ലാ സംഭവങ്ങളും കിട്ടുന്ന കടയാണ് ഇവിടെ. അങ്ങനെയാണ് ഒക്കെ ചെറിയ ചെറിയ കടയാണ് കേട്ടോ. ഇതാണ് മാമൻ കേട്ടോ, അങ്കിൾ, വൈഫ് അങ്കിൾ. ഓക്കെ ഓക്കെ. അത്യാവശ്യം പച്ചക്കറികളുണ്ട് കേട്ടോ. എന്തെങ്കിലും കുടിക്കാന്ന് പറഞ്ഞു, പക്ഷെ മുഷ്താഖ് ബായ്ക്ക് വേണ്ടത്രേ, അപ്പൊ പിന്നെ എനിക്കും വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും സിമാരിയിലേക്ക് പോവാൻ കേട്ടോ, ദ ലാസ്റ്റ് വില്ലേജ്. ഇനി ജസ്റ്റ് 5-6 കിലോമീറ്റർ കേട്ടോ ലാസ്റ്റ് വില്ലേജിലേക്ക്. അത് ഈ ഭാഗത്തെ ഇന്ത്യയുടെ അവസാനത്തെ ഭാഗമാണ്. ഈ പുഴ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഈ റോഡിന് പാരലായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല ആഴമുണ്ട് കേട്ടോ, ഒരുപാട് താഴത്താണ്. സിമാരി വില്ലേജ് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മുഷ്താഖ് ബ്രോയുടെ വൈഫിൻ്റെ 2-3 റിലേറ്റീവ്സും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫ്രെയിം കണ്ടോ, നമ്മളിങ്ങനെ ഇന്ത്യയിലെ റോട്ടിലൂടെ പോകുന്നു. അതിൻ്റെ ഇടത് ഭാഗത്ത് നമ്മുടെ കിഷൻഗംഗ നദി, അതിൻ്റെ അപ്പുറത്ത് പാകിസ്ഥാൻ. ഈ ഭാഗത്ത് ഈ പുഴയല്ലാതെ വേറെ ഇരുമ്പ് വേരുകളൊന്നും ഇല്ല കേട്ടോ അതിർത്തിയിൽ. ഒരു സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി സൈഡാക്കി നിർത്താൻ കേട്ടോ. അപ്പൊ എന്താ ചോദിച്ചപ്പോ റോഡ് അവസാനിച്ചു എന്ന്, ഇനി അങ്ങോട്ട് റോഡില്ല അത്രേ. അപ്പൊ ഇനി ഇറങ്ങി നടക്കേണ്ടി വരും. അപ്പൊ നമ്മൾ സിമാരിയിലാണ് എത്തിയിട്ടുള്ളത്. ഇറങ്ങി നോക്കാം ഇവിടെ എന്താ നമുക്ക് കാണാനുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ എത്തി നിൽക്കുന്ന ഗ്രാമത്തിൻ്റെ പേരാണ് സിമാരി. നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ലക്ഷ്യം വെച്ച് വന്ന സ്ഥലം ഇതന്നെയാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പാകിസ്ഥാനിലെ ആ ഗ്രാമവും സിമാരി തന്നെയാണ്. ആദ്യം കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നെ മനസ്സിലായി, ഹൃദയങ്ങൾക്കിടയിൽ വേലി കെട്ടി വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതിന് മുൻപ് ഈ പുഴക്കക്കരയും ഇക്കരയുമായി കിടക്കുന്ന സിമാരി എന്ന ഒറ്റ ഗ്രാമമായിരുന്നു ഇത്. School. This is school. Okay. School. This is school. They are children. 1947 ശേഷം അത് അവരുടെ സിമാരിയും ഇത് നമ്മുടെ സിമാരിയും ആയതാണ്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഈ ഗ്രാമവാസികളുടെ ജീവിതം രണ്ടായി പിളർന്നു. ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾ 2 രാജ്യങ്ങളിലെ പൗരന്മാരായി മാറി. നടുവിലൂടെ ഒഴുകിയ കിഷൻഗംഗ നദി അതിർത്തിയായി മാറി. അവരതിനെ വേറെ പേര് വിളിച്ചു. അപ്പുറത്ത് സ്വന്തം സഹോദരനാണെന്ന് അറിഞ്ഞിട്ടും ഒന്ന് അടുത്തേക്ക് പോകാൻ പോലും പറ്റാതെ കാലങ്ങളോളം ഇവർ കഴിഞ്ഞു. ഒരു കല്യാണമോ മരണമോ ഉണ്ടായാൽ ഈ പുഴക്കരയിൽ വന്നു നിന്ന് കൈവീശി കാണിക്കുകയും ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തിരുന്നതായി മുതിർന്നവർ പറഞ്ഞത് ഇവർ ഓർത്തെടുക്കുന്നുണ്ട്. അതിർത്തി മനുഷ്യരെ 2 രാജ്യക്കാരാക്കിയെങ്കിലും പ്രകൃതിയും സംസ്കാരവും ജീവിത രീതിയും ഭാഷയുമെല്ലാം പഴയ പോലെ തന്നെയാണ്. 2 ഭാഗത്തെയും പഹാരി പാട്ടുകളും സൂഫി സംഗീതവും അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പള്ളികളിൽ നിന്നുയർന്ന ബാങ്ക് വിളികളും ഇരു ഗ്രാമത്തിലുള്ളവർക്കും ഒരുപോലെ കേൾക്കാം. ഇന്ത്യ പാക് വെടിനിർത്തൽ കരാറിന് മുൻപ് കടുത്ത ഷെല്ലാക്രമണങ്ങൾ നേരിട്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു ഇതെല്ലാം. നമ്മൾ ആദ്യം കാണിച്ചതുപോലുള്ള ബങ്കറുകളിൽ അഭയം തേടി ജീവൻ നിലനിർത്തിയ ഒരു ഭൂതകാലമുണ്ട് ഇവിടുത്തുകാർക്ക്. പണ്ട് കശ്മീരിനെ ഇന്നത്തെ പാകിസ്ഥാനിലുള്ള മുസാഫറാബാദുമായും സെൻട്രൽ ഏഷ്യയുമായും ബന്ധിപ്പിച്ചിരുന്ന പ്രധാന വ്യാപാരപാതയായ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിരുന്നു ഈ കർണാവാലി. കുറേ കാലങ്ങൾക്ക് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണ് ഈ അതിർത്തി പ്രദേശം വീണ്ടും കലുഷിതമായത്. ദേ ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ദേ നമ്മള് സിമാരി എന്ന് പറയുന്ന വില്ലേജിൽ എത്തിട്ടോ. ദേ ഒരാള് എന്തോ 2-3 ചാക്കൊക്കെ ഒരു കഴുതപ്പുറത്ത് വെച്ച് കെട്ടുന്നുണ്ട്. ഇങ്ങോട്ടോ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. കേട്ടോ, നമുക്ക് ഈ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവർ വെറുതെ കൂടെ വന്നതാണ് കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ ഉണ്ടോ ഇവിടുത്തെ വീടുകൾ. ഒരുപാട് പഴയ വീടുകളാണ് കണ്ടിട്ട്. നമുക്കെന്തായാലും ഈ വില്ലേജിൽ കൂടെ കുറച്ചിങ്ങനെ നടക്കാം. ഈ ഭാഗത്ത് POK പാകിസ്ഥാൻ കുറച്ചും കൂടി ക്ലോസർ ആണ് കേട്ടോ, കുറച്ചുകൂടി അടുത്താണ്. താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ വീടുകളെല്ലാം പാകിസ്ഥാനാണ്. കണ്ടോ, വളരെ അടുത്തായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ ഹൈറ്റിലും ആ വീടുകളൊക്കെ താഴത്തുമാണ്. ഇത് അവിടെ പാകിസ്ഥാനി കുട്ടികൾ മുറ്റത്ത് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. കണ്ടോ, പുള്ളിക്കാരെ സെറ്റായിട്ട് കഴുതനെ കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വീണ്ടും നടക്കാൻ കേട്ടോ വില്ലേജിൽ കൂടി. ഇത് ഈ ഭാഗത്തൊക്കെ കുറച്ച് വീടുകളുണ്ട്. ഇവിടെ കൃഷിസ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. നേരെ കാണുന്ന മല കണ്ടോ, ആ 2ാമത്തെ മല. ഈ കാണുന്ന വീടുകളില്ലേ, ഈ കാണുന്ന വീടുകളാണ് കേട്ടോ ഇന്ത്യയിലുള്ള അവസാനത്തെ വീടുകൾ. ആ മല കാണാനല്ലോ. ഞാൻ വീഡിയോ എടുത്തോണ്ട് നിന്നപ്പോ അവർ ഒരുപാട് ദൂരെ പോയി. അപ്പൊ നമ്മൾ ഈ ചെറിയ വഴി കൂടി ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോവാൻ കേട്ടോ. ഇവിടെ കുറെ കൃഷി സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇവിടെ ആപ്പിൾ അല്ല കേട്ടോ അവർ കൃഷി ചെയ്യുന്നത്. ഇവിടെ ഓറഞ്ചും പൊമഗ്രാനൈറ്റും ഒക്കെയാണ് കാര്യമായിട്ട്, അനാറൊക്കെയാണ് കാര്യമായിട്ട് കൃഷി ചെയ്യുന്നത്. പിന്നെ റൈസും കുറവാണത്രേ. കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് മെയ്സ് ആണത്രേ കേട്ടോ. കുറെ മുമ്പൊക്കെ ഈ പുഴയിലേക്ക് ഇറങ്ങാനും ഫിഷിങ്ങിനൊക്കെ പറ്റിയിരുന്നു. ഇപ്പൊ ഈ പുഴയിലേക്ക് ഇറങ്ങാൻ അനുവാദമില്ല കേട്ടോ. ഇവിടെ എല്ലാ വീട്ടിലും പശുക്കളുണ്ട് കേട്ടോ.
അവരുടെ ആവശ്യത്തിന് പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ഒക്കെ. ഈ വീടുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ, ഒരുപാട് പഴക്കമുള്ള തടി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ വീടുകളാണ്. ഈ കാണുന്ന ഒരു പള്ളിയാണ് കേട്ടോ ഈ ഭാഗത്തെ ഇന്ത്യയിലെ അവസാനത്തെ പള്ളി. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് കേട്ടോ ഇന്ത്യയിലെ അവസാനത്തെ സ്കൂള്. അവിടെ പുറത്ത് കുട്ടികളൊക്കെ ഉണ്ട്, എന്തോ സാറെന്തോ പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക്. മുറ്റത്ത് ഇരുന്നിട്ട് എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഈ നിൽക്കുന്ന പോയിന്റ് അപ്പുറത്തേക്ക് ഇവിടുന്ന് കാണുന്ന ഈ 2 വീടുണ്ടല്ലോ, ഇതാണ് അവസാനത്തെ വീടുകൾ. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് വഴിയുണ്ട്, കുറച്ചും നടക്കാൻ പറ്റും, സ്ഥലമുണ്ട്. പക്ഷേ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പെർമിഷൻ ഇല്ല കേട്ടോ. ആ വീട് വരെ വേണമെങ്കിൽ പോകാം, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പെർമിഷൻ ഇല്ല. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ അവസാനത്തെ വീടുകൾ, ഈ 2 വീടുകൾ. അപ്പോൾ സിമാരി എന്ന് പറയുന്ന വില്ലേജ് ഏറെക്കുറെ നമ്മൾ നടന്ന് കണ്ടു കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ചു പോകണം, ലഞ്ചിൻ്റെ സമയം ആവാറായി. ലഞ്ച് എവിടുന്നാന്ന് പോലും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും പോയി നോക്കാം. നമ്മളിപ്പോൾ കണ്ട ആ ഒരു സ്കൂള്, പിന്നെ ഷെഡ്യൂൾ പ്രകാരം നിശ്ചിത ദിവസങ്ങളിൽ വന്ന് രോഗികളെ പരിശോധിച്ച് മരുന്ന് കൊടുത്ത് തിരിച്ചു പോകുന്ന ഡോക്ടറുള്ള ഒരു സബ് ഹോസ്പിറ്റല്, പിന്നെ ചെറിയൊരു പലചരക്ക് കട, ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഗ്രാമത്തിലുള്ള പൊതു സ്ഥാപനങ്ങൾ. ആകപ്പാടെ 45-നും 50-നും ഇടയ്ക്ക് വീടുകളേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് ഒന്നും ഇല്ല കേട്ടോ. നമ്മളെന്തായാലും തിരിച്ച് ഇനി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത ഭാഗത്തേക്ക് തന്നെ നടന്നു പോവാണ്. ഇനിയിപ്പോ ഈ വണ്ടി ഇവിടെ എവിടെ തിരിക്കുന്നുള്ള കാര്യം ഞാനിങ്ങനെ ചോദിച്ചപ്പോ അവരൊരു കാര്യം പറഞ്ഞാണേ, 4-5 ദിവസം മുമ്പ് ഇവിടെ ഒരു വണ്ടി ഇട്ട് തിരിച്ചാണ് കേട്ടോ. കണ്ടോ, ഈ താഴത്തേക്ക് ഒരു കാറ് പോയി. എന്നിട്ട് ആ സുഹൃത്ത് എനിക്ക് അതിന്റെ ഫോട്ടോ കാണിച്ചു തന്നാണ്. ഫോട്ടോ നിൽക്കാവോ? ഫോട്ടോ മനസ്സിലാക്കാറ് ഓക്കെ. അത് കണ്ടോ, ആ കാറ് കിടക്കുന്നുണ്ടോ? 4-5 ദിവസം മുമ്പ് സംഭവിച്ച അത്രേ. എന്നിട്ട് ആർമി വന്നിട്ട് റിക്കവറി സംവിധാനം കൊണ്ടുവന്നിട്ട് ആ വലിച്ച് കയറ്റുന്ന സമയത്ത് ഈ 3/4 ഭാഗം എത്തിയിട്ട് വീണ്ടും താഴേക്ക് പോയിത്രേ. ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, പുള്ളി മരിച്ചു എന്നാ പറഞ്ഞത്. അതേ ഭാഗത്തിട്ടാട്ടോ നമ്മളെ വണ്ടി തിരിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. പോകുന്നതിനിടയിൽ വണ്ടി നിർത്തിട്ടോ. അപ്പൊ വെള്ളം എടുക്കാനാണേ, അതായത് പുള്ളി വെള്ളക്കുപ്പി അന്വേഷിച്ചപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ആ കടയിൽ നിന്ന് വാങ്ങാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറയാണ്, ഈ നാട്ടിൽ ആരെങ്കിലും വെള്ളം പൈസ എടുത്ത് വാങ്ങുകയാണെങ്കിൽ അത് ലോകാവസാനമായിരിക്കുന്നത്. കാരണം എന്താ, എവിടെ നോക്കിയാലും ഇങ്ങനെ ഈ സ്പ്രിംഗ് വാട്ടർ കിട്ടും, അതിങ്ങനെ ബോട്ടിലിൽ നിറച്ചിട്ടാണ് യൂസ് ചെയ്യുക. ഇതാണ് കേട്ടോ നമ്മൾ വന്ന റോഡ്, നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ്. യാതൊരു സേഫ്റ്റി ബാരിയറോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല. നല്ലോണം ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓടിക്കണം. വീതിയും വളരെയധികം കുറവാണ്. നമ്മൾ പോകുന്നതിന് നേരെ ഓപ്പോസിറ്റ് പാരലായിട്ട് പാകിസ്ഥാനിലെ റോട്ടിൽ കൂടി കാറ് പോകുന്നുണ്ട്. ഈ ഭാഗത്തെത്തുമ്പോ ശരിക്കും നമ്മൾ ഏകദേശം പുഴയുടെ ആ ഒരു ലെവലിൽ എത്തുന്നുണ്ട് കേട്ടോ. ഇതിന് മുമ്പും ശേഷവും നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. പുഴ ഒരുപാട് താഴത്തായിരിക്കും. ഇതൊരു തുറന്ന ബോർഡർ ആണല്ലോ. ഇവിടെ പ്രത്യേകിച്ച് വേലികളൊന്നുമില്ല കേട്ടോ, ഫെൻസിങ് ഒന്നുമില്ല. ഇവിടുത്തെ ഫെൻസിങ് എന്ന് പറയുന്നത് ഈ പുഴ തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് CCTV ക്യാമറകൾ വെച്ചിട്ടുണ്ടേ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആർമി പോസ്റ്റുകളുണ്ട് 24 hours സർവൈലൻസിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരു സ്ഥലത്ത് നമുക്ക് പുഴയുടെ അടുത്ത് വരെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. എന്നാ പിന്നെ പുഴയുടെ അടുത്ത് വരെ ഒന്ന് പോയിട്ട് പോകാമെന്ന് വിചാരിച്ച് വണ്ടി നിർത്തി. പാകിസ്ഥാനിലൂടെ വണ്ടികൾ പാസ് ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാം കേട്ടോ. കണ്ടോ, അവിടെയും വീടുകളൊക്കെ ഉണ്ട്. ഈ വഴി അങ്ങോട്ട് പുഴയിലേക്ക് ഇറങ്ങാനുള്ളതാണ് കേട്ടോ. നമ്മുടെ പുറകെ നമ്മളിപ്പോ ഈ വണ്ടി നിർത്തിൻ്റെ നേരെ പുറകിലായിട്ട് ഒരു വലിയ CC ക്യാമറ ഉണ്ട് കേട്ടോ. ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫുൾ ടൈം നിരീക്ഷണത്തിലായിരിക്കും. ഓ, എന്താ സ്ഥലം നോക്കിയേ. ഇവിടെ എന്താ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ടല്ലോ. അത് കൊള്ളാലോ, ചെറിയൊരു ഗ്രൗണ്ട് കേട്ടോ. എന്തോ ഒരു പ്ലേ ഏരിയ ആണ്. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് നമ്മുടെ കിഷൻഗംഗ റിവറിൽ ഒന്ന് തൊട്ടിട്ട് വരാം കേട്ടോ. ഈ സമയത്ത് ശരിക്കും ഒഴുക്ക് കൂടുതലാണത്രേ. ഇപ്പൊ ഈ മഞ്ഞുരുകിയിട്ട് വരുന്ന വെള്ളം നല്ല അധികം ഉണ്ടാകുമ്പോൾ നല്ല ഒഴുക്കുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഈ കടലിന്റെ സൈഡിൽ നിൽക്കുന്ന പോലെയാണ്, തിര അടിക്കുന്ന പോലെ ഇങ്ങനെ വരുന്നുണ്ട് വെള്ളം. അയ്യോ പോയി തൊടാൻ പോയപ്പോ മതി. സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടോ. നമ്മൾ കുറച്ച് സമയമായിട്ട് ഇങ്ങനെ പുഴയുടെ അരികിൽ ഇരിക്കുകയാണ്. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. ഇനി തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് വേറൊരു സ്ഥലം പറ്റുവാണെങ്കിൽ നമുക്ക് കാണണം കേട്ടോ. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഈ പുഴക്ക് കുറുകെയുള്ള ഒരു പാലമാണ്. ഇവിടുത്തെ അങ്ങോട്ട് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിന് ഇന്ത്യയിലേക്കും കണക്ട് ചെയ്യുന്ന ഒരു പാലം. അവിടെ നമുക്ക് പോകാൻ പറ്റുമോ നോക്കാം. പറ്റുകയാണെങ്കിൽ നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. റിയലി എന്നോട് ചോദിച്ചേ, പുള്ളിക്കാരി യൂട്യൂബ് ചാനലൊക്കെ കേട്ടോ, വീഡിയോ ഒന്നും ഇടാറില്ല. അപ്പൊ പുള്ളിക്ക് നല്ലൊരു പേര് പറഞ്ഞെടുക്കാൻ പറഞ്ഞു ചാനലിന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് വീഡിയോ ചെയ്യുന്നത്.
ട്രാവൽ വീഡിയോസ് ആണ്. അപ്പോൾ കാശ്മീർ മാത്രമാണോ ചോദിച്ചു. അപ്പൊ പുള്ളി പറയാം കാശ്മീർ മാത്രമേ ഉള്ളൂ, ഞാൻ ജമ്മുവിന്റെ അപ്പുറം പോയിട്ടില്ലാന്ന്. ജമ്മുവിന്റെ അപ്പുറം പോയിട്ടില്ല അത്രേ. सब्सक्राइब करके जरूर जाना. आप एक बार केरला आओ. जरूर जरूर. ആ ഓക്കെ. അപ്പൊ അതന്നെ ആയിക്കോട്ടെ പുള്ളിയുടെ കാശ്മീരിന് പുറത്തേക്കുള്ള യാത്ര. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ കേട്ടോ. നമ്മുടെ മുസ്താഖ് ബ്രോക്ക് ഇത് തന്നെയാണ് പരിപാടി കേട്ടോ. പുള്ളിക്ക് വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സാധാരണ കാശ്മീർ ടൂർ അല്ല ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള സാധാരണ കാശ്മീർ ടൂറിനും പുള്ളിനെ വിളിക്കാം. അതല്ല, ഇങ്ങനെയുള്ള റിമോട്ട് ഏരിയകളിലൊക്കെ പോകണം, കാശ്മീരിൽ എവിടെയാണെങ്കിലും പോകണം, അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് ടൂർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് എല്ലാ സ്ഥലവും പരിചയമുണ്ട്. പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് വിളിച്ചാൽ മതി. അടിപൊളി മനുഷ്യനാണ് കേട്ടോ, ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ പുള്ളി ചെയ്തു തരും. പുള്ളിയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഈ ഈക്കോ വണ്ടിയാണ്, വേറെ വണ്ടി ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ നമ്പർ കൊടുക്കാം. ഒരു ഡിഫറെൻറ്റ് കാശ്മീർ ട്രിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുള്ളിനെ കോണ്ടാക്ട് ചെയ്യാം. ഇടിച്ചു കൊല്ലുവോ? എന്താ പരിപാടി? चाचा चाचा. ചാച്ചാ മുസ്താഖ് ബ്രോയുടെ വൈഫിന്റെ അയൽവാസി ആണത്രേ അദ്ദേഹം. നമ്മളിപ്പോ ആ ക്രോസിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഭാഗത്ത് എത്തിട്ടോ. ഇവിടെ ഒരു ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പോയിട്ടുണ്ട് അങ്ങോട്ട്. നമുക്ക് പാലത്തിൻ്റെ അങ്ങോട്ട് ചെല്ലാൻ പെർമിഷൻ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. പെർമിഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി വെക്കാം. ഇവിടെ ഒരു ചത്വരം ഉണ്ട് കേട്ടോ, നല്ല പുൽത്തകടിക്ക് വെച്ച് മനോഹരമാക്കിയ ഒരു സ്ക്വയർ. ഇവിടെ കണ്ടോ, അസ്മത്തെ ഹിന്ദ്, ദ ഗ്രേറ്റ്നെസ് ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു മലയിൽ അവർ എഴുതി വെച്ചാണ്ടോ ഗ്രേറ്റ്നെസ് ഫോർ അല്ലാ എന്ന്. ഈ കാണുന്ന ദേശീയ പതാകയുടെ നിറമടിച്ച കവാടത്തിനുള്ളിലൂടെ പോയിട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പാലം വരുന്നത്. 2005 ഇവിടെ പാലം പണിത ശേഷം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും തിരിച്ചും ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള അനുമതി കൊടുത്തത്. വിഭജനം കൊണ്ട് വേർപെട്ടു പോയ ജനതയ്ക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും വിശേഷ ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടാനും വേണ്ടിയാണ് ലൈൻ ഓഫ് കൺട്രോൾ പെർമിറ്റ് അനുവദിച്ചുകൊണ്ട് ഈ ക്രോസിംഗ് പോയിന്റ് തുറന്നു കൊടുത്തിരുന്നത്. 2014 ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിലെ അസ്വാരസ്യങ്ങളെ തുടർന്ന് സുരക്ഷാ കാരണങ്ങളാൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പെർമിറ്റുകൾ നൽകുന്നത് കർശനമാക്കുകയും യാത്രക്കാരുടെ എണ്ണം വലിയ തോതിൽ കുറയുകയും ചെയ്തു. 2019 ഫെബ്രുവരിയിലെ പുൽവാമ ആക്രമണത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ രാഷ്ട്രീയ അസ്വാരസ്യങ്ങൾക്ക് പിന്നാലെ LOC പെർമിറ്റുകൾ അനുവദിക്കുന്നത് നിർത്തി ക്രോസിംഗ് പോയിന്റ് പൂർണ്ണമായും അടച്ചു. എങ്കിലും ആ പാലം വരെ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചയൊക്കെ കാണാൻ പറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു 3 ദിവസത്തേക്ക് എന്തോ കാരണം കൊണ്ട് അതിനും അനുമതി കൊടുക്കുന്നില്ല അത്രേ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. സോ ദിസ് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലേസ് ഇൻ കാശ്മീർ. Yes yes. മേ ബി ആഫ്റ്റർ ജമ്മു. ഓക്കെ. അത് ഭയങ്കര അത്ഭുതമായിട്ടോ. ഇവിടെ ഒരിക്കലും മഞ്ഞ് വീഴില്ല അത്രേ. അതായത് ഏറ്റവും ലോ ടെമ്പറേച്ചർ വരുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ഇത്തിരിയൊക്കെ മഞ്ഞ് വീണാലായി, അത്രേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല ജൂൺ ജൂലൈ എന്നാണ് ഹോട്ടസ്റ്റ് ടൈം. ജൂൺ ജൂലൈയിൽ 42 വരെയൊക്കെ ടെമ്പറേച്ചർ വരുത്തേ. 42 ഡിഗ്രി കാശ്മീരിൽ. മഴയുടെ ലക്ഷണം നേരത്തെ കണ്ടിരുന്നു കേട്ടോ. ആകാശം മേഘാവൃതമാണ്. പക്ഷേ ഇതാ ഇപ്പം മഴ പെയ്തു തുടങ്ങി കേട്ടോ. നമ്മളിനി ഇവിടെ ഇരിക്കാൻ പറ്റും തോന്നുന്നില്ല. മഴ കൂടിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് എണീറ്റിട്ട് പോകുന്നു കേട്ടോ. പോകുന്ന സമയത്താണ് ആ പാലം കാണണമെങ്കിൽ വേറൊരു വഴി ഉണ്ട് എന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് പുറകിലേക്ക് പോയി. എന്നിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങാം കേട്ടോ, പുഴയുടെ ഭാഗത്തേക്ക്. ഇതാ പാലം കാണാൻ തുടങ്ങി. ഇവിടുന്ന് നമുക്ക് ആ പാലം കാണാം. ഇതാണ് കേട്ടോ ബ്രിഡ്ജ്. കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുന്ന് ശരിക്കും നമുക്ക് ആ പാലം കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനെയും കണക്ട് ചെയ്യുന്ന ടിറ്റുവാളിലെ ക്രോസിംഗ് ബ്രിഡ്ജ്. വൈറ്റ്. ഓക്കെ. അതായത് ഈ പാലത്തിൻ്റെ അക്കരയോ ഇക്കരയോ റെഡ് ഫ്ലാഗ് കാണുന്നുണ്ടെങ്കിലേ അത് ഡേഞ്ചറാണ് അത്ര കേട്ടോ. ഇപ്പോൾ ശരിക്കും നമ്മൾ അക്കരെ പാകിസ്ഥാൻ സൈഡിൽ റെഡ് ഫ്ലാഗ് കാണുന്നുണ്ട്. അപ്പോൾ എന്തോ ഡേഞ്ചറാണ്. അവിടെ വൈറ്റ് ആണെങ്കിൽ പീസാണെന്നാണ് അത്ര അർത്ഥം. അപ്പോൾ റെഡാണ്. നമുക്കിങ്ങനെ അധികം സമയം അവിടെ നിൽക്കണ്ട. അങ്ങനെ അവിടുന്ന് വീണ്ടും റോഡിലേക്ക് തന്നെ കയറിയിട്ട് വണ്ടി എടുത്ത് പുറപ്പെട്ടു കേട്ടോ. കുറച്ച് മുന്നോട്ട് പോയി അവിടെ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ടിറ്റുവാളിലെ. ആ സ്കൂളിൻ്റെ അടുത്ത് പോയിട്ടോ. അവിടെ ആ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് മുസ്താഖ് ബ്രോയുടെ വൈഫിൻ്റെ അമ്മാവൻ ഒരു കട നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് കാണാൻ വേണ്ടി പോയതാണ്. ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കും സമയം 1:45 കേട്ടോ. നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ ലഞ്ച് കഴിക്കണം.
ഞാനിവിടെ റെസ്റ്റോറൻറ്റ് വല്ലതും ഉണ്ടോ ചോദിച്ചപ്പോൾ നമ്മുടെ കൂടെയുള്ള സുഹൃത്ത് പറഞ്ഞു റെസ്റ്റോറൻറ്റും പോകണ്ട, നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടോ. പുള്ളിയുടെ വീട്ടിൽ, അതായത് മുസ്താഖ് ബ്രോയുടെ വൈഫിൻ്റെ അങ്ങനെയാണത്, അവരുടെ വീട്ടിൽ ആരുമില്ല, മൂപ്പര് മാത്രമേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ പോയിട്ട് ചോറും എന്തെങ്കിലും ചെറിയൊരു താൽക്കാലിക കൂട്ടാനും ഉണ്ടാക്കിയിട്ട് കഴിക്കാം എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം കണ്ട ഒരു കട ഉണ്ടായിരുന്നു അല്ലേ, അങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. അവിടെയാണ് വൈഫിൻ്റെ വീട്. അങ്ങനെ ആ കടയിൽ നിന്ന് കുറച്ച് തൈരും കുറച്ച് മുട്ടയൊക്കെ എടുത്തിട്ട് പുറകിലുള്ള വീട്ടിലേക്ക് പോയിട്ടോ. ഈ മുമ്പിൽ കാണുന്ന വീടല്ല കേട്ടോ, ഞാൻ ആദ്യം വിചാരിച്ചത് ഈ വീടാണെന്നാണ്. ഇതൊക്കെ അവരുടെ ഓരോ അമ്മാവന്മാരുടെയും ഒക്കെ വീടുകളാണ്, റിലേറ്റീവ്സിൻ്റെ വീടുകളാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഉള്ള ഒരു വീടാണ് കേട്ടോ നമ്മുടെ ഈ സുഹൃത്തിൻ്റെ വീട്. അങ്ങനെ ഇപ്പോൾ അവിടെ എത്തിയിട്ടോ. എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അവർ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഞാൻ പോയോക്കട്ടെ. എന്നെ ഇവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഐറ്റംസ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവരെന്താ അവിടെ ചെയ്യുന്നതെന്ന് ഞാൻ പോയോക്കട്ടെ കേട്ടോ. ഇവിടെ അങ്ങനെ നിറയെ വീടാണ് കേട്ടോ, ചെറിയ ഗ്യാപ്പുകളിൽ കണ്ടോ, അവിടെയും അങ്ങോട്ടും ഒക്കെ നിറയെ വീടുകളുണ്ട്. ഈ വഴിക്കപ്പോൾ നമ്മൾ വന്നത്. അപ്പോൾ ഇതിനകത്ത് അവരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് അകത്തേക്ക് ക്യാമറയിൽ പിടിച്ച് പോകാൻ പറ്റും. ഇത് വേറെ റൂമാണേ, കണ്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ ഇതെന്താ ഡോറില്ല, കണ്ടോ, കിച്ചണിലെ ഡോർ ഇവിടെ ആണ് കേട്ടോ. പക്ഷേ ഇങ്ങനൊരു വഴിയുണ്ട് കണ്ടോ, ഒരു വിൻഡോ പോലെ. അത് കൊള്ളാലോ, ഈ വഴിക്കാണ് പോകാൻ പറ്റുമോ? അത് കൊള്ളാം. മുസ്താഖ് ഭായ് क्या बन रहा है? ये क्या है? चिकन, मीट, मटन? मटन नहीं, मटन 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 नहीं मटन मटन ലാംകോ? ആ ഓക്കെ ഓക്കെ. മട്ടനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച അവർ മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇവർ കാര്യമായിട്ടാണ്. ആ അടിപൊളി. അപ്പോൾ മുസ്താഖ് ഭായ് നല്ല അടിപൊളി കുക്കാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം പുള്ളിയുടെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ. ചെറിയൊരു കിച്ചണാണ് കേട്ടോ. അവിടെ ഗ്യാസിലാണ് കുക്ക് ചെയ്യുന്നത്. ഇവിടെ ഇവർ മുമ്പ് ഉപയോഗിച്ചിരുന്നതാണ് ഒരു ചൂളാന്ന് അവർ പറയുന്നത് കേട്ടോ. നമ്മളെ വിറകടുപ്പാണ് കേട്ടോ. കണ്ടോ, ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയ വിറകടുപ്പാണേ ഇത്. കണ്ടോ, മണ്ണിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ പുക മുകളിലേക്ക് പോകും, ചിമ്മിനി കണ്ടോ. അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പാകം ചെയ്യുന്ന സമയത്ത് ഈ റൂമും അത്യാവശ്യം ചൂടായിട്ട് കിട്ടും. മൂന്നാളും പാടെ കെട്ടിമാറിയുന്നുണ്ട്, എന്തായി തീരോ എന്തോ. ആ ഇത് ശരിക്കും അവർ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴി തന്നെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് ആ ജനലിൽ കൂടിയാണ് അപ്പുറത്തേക്ക് ചാടി ചെയ്തിട്ട്. ഭക്ഷണം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വെറുതെ അങ്ങോട്ട് അവരുടെ വില്ലേജിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ. 2-3 വീടിന് കഴിഞ്ഞപ്പോൾ തന്നെ അതെ ഇതിവിടെ അവസാനിച്ചു കേട്ടോ. കണ്ടോ, ഇനി ഇവിടെ ഒരു മല സ്റ്റാർട്ട് ചെയ്യാണ്. ആ മലൻ്റെ മുകളിലൊക്കെ ആർമി പോസ്റ്റ് ഉണ്ട്. ആ യെസ്. പശ്ചാത്തലത്തിൽ 2 ബാങ്ക് വിളി കേൾക്കുന്നില്ലേ? അതിലൊന്ന് അപ്പുറത്തുനിന്ന് കേട്ടോ, പാകിസ്ഥാനിലതേ നേരെ കാണുന്ന ആ പള്ളിയിൽ നിന്നാണ് ഒരു ബാങ്ക്. പിന്നെ നമ്മുടെ ഇവിടെ ഈ ചുറ്റുപാടത്തെ ഒരു പള്ളിയിൽ നിന്നാണ്. ആ ഞാൻ ആ പറഞ്ഞ പള്ളിയല്ല കേട്ടോ. ഞാനത് പറഞ്ഞപ്പോഴാണ് പുള്ളി എന്നെ വിളിച്ചിട്ട് ഇത് കണ്ടോ, ഇവരുടെ വീടിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന ഈ മല ഉണ്ടല്ലോ, ഇതും പാകിസ്ഥാനാണ്. ഇവിടെ ഒരു പള്ളിയാണുണ്ട്, പാകിസ്ഥാനത്തെ പള്ളി. ഇതാ അതിൽ നിന്നാണ് ആ ബാങ്ക് കേൾക്കുന്നത്. നമ്മളിവിടെ നിന്ന് നോക്കുന്ന ഈ ഒരു ഏരിയയിൽ മാത്രം 6 പള്ളി ഉണ്ട് കേട്ടോ. 6 പള്ളി നമുക്കിങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റും. പക്ഷെ അതിന് മാത്രമൊന്നും ആൾക്കാർ താമസിക്കുന്നില്ല. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആൾക്കാരുള്ള സ്ഥലത്ത് അവരൊരു പള്ളി പണിതായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് ദൂരം കുത്തനെ മലയൊക്കെ കയറി പോകണ്ടേ. ബാങ്ക് വിളി കേട്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന തീത്തുവാളിന് മറ്റൊരു ചരിത്രപ്രധാനമായ പ്രത്യേകത കൂടിയുണ്ട്. ഒരു കാലത്ത് ഈ വഴിയിലൂടെ ആയിരുന്നു ആയിരക്കണക്കിന് ആളുകൾ പ്രശസ്തമായ ശാരദാപീഠത്തിലേക്ക് തീർത്ഥയാത്ര നടത്തിയിരുന്നത്. ഇന്ന് നിയന്ത്രണരേഖയ്ക്ക് അപ്പുറത്തായി പാക് കാശ്മീരിൽ ചരിത്രപ്രസിദ്ധമായ ശാരദാപീഠത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ശാരദാപീഠത്തിൻ്റെ ചരിത്രം 2000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. മൗര്യചക്രവർത്തിയായ അശോകന്റെ കാലത്ത് ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു പ്രമുഖ ബൗദ്ധ വിജ്ഞാന കേന്ദ്രം രൂപം കൊണ്ടതായാണ് കരുതപ്പെടുന്നത്. പിന്നീട് 8-ാം നൂറ്റാണ്ടോടെ ഇത് വിദ്യയുടെ ദേവതയായ ശാരദാദേവിക്ക് സമർപ്പിക്കപ്പെട്ട പ്രധാന ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായും വളർന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പുരാതനമായ വിജ്ഞാന കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ഇവിടെ നൂറ്റാണ്ടുകളോളം പണ്ഡിതന്മാരും തീർത്ഥാടകരും എത്തിച്ചേർന്നിരുന്നു.
വിഭജനത്തിനും നിയന്ത്രണ രേഖ രൂപം കൊണ്ടതിനും ശേഷം ശാരദാപീഠത്തിലേക്കുള്ള തീർത്ഥയാത്ര നിലച്ചു. ആ നഷ്ടപ്പെട്ട പാരമ്പര്യത്തിൻ്റെ ഓർമ്മ നിലനിർത്താനാണ് പിന്നീട് ഇന്ത്യൻ ഭാഗത്തുള്ള തീത്തുവാളിൽ ശാരദാദേവിക്കായി ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. ഇന്നും നിരവധി ഭക്തർ ഇവിടെ എത്തുന്നുണ്ട്. അതിർത്തികൾ മനുഷ്യരെ വേർതിരിച്ചെങ്കിലും ചരിത്രവും വിശ്വാസവും ഇന്നും ഈ നാടിനെ ശാരദാപീഠവുമായി ബന്ധിപ്പിച്ചു നിർത്തുന്നു. പിന്നെ ഇവിടെ വരെ കുറച്ചൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. സബോള ഉണ്ട്, ഗോതമ്പുണ്ട്, പിന്നെ ചോളമുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൊമഗ്രനേറ്റ്, അനാറുണ്ട്, ആപ്രിക്കോട്ട് ഉണ്ട്, അതുപോലെ അക്രോട്ട്, വാൾനട്ട് ഇതൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് നാരങ്ങ, ചെറുനാരങ്ങ കുറച്ചധികം ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ വന്ന വീട്. അവിടെയാണ് ഇപ്പോൾ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ 2-3 വീട്ടിലൊന്നും ആരുമില്ല കേട്ടോ. അവരൊക്കെ ശ്രീനഗർ പോയിക്കാത്രേ. ആട്ടിറച്ചി എന്തായോ എന്തോ പോയോക്കാം. ഒരൈറ്റം റെഡി ആയിട്ടുണ്ട് ഇത്രേ. ഇനി ടേസ്റ്റ് ചെയ്യാൻ പറയാണ്. മുട്ട ചിക്കിയതല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. Bhujia, bhujia. बुर्जी, एग बुर्जी. गुड गुड. How much marks? कौन बनाया आप? Yes, yes. थोड़ा नमकीन ज्यादा है. ഞാൻ പറഞ്ഞ കറക്റ്റാണ്. ഉപ്പ് അധികം കഴിക്കുന്നു. Don't cut mark, don't cut mark. चावल के साथ खाएगा तो अच्छा आएगा. चावल के साथ ही खाना है. എല്ലാവരും സമ്മതിക്കുന്നുണ്ട് കേട്ടോ. Out of 10? ഔട്ട് ഓഫ് 10 6. Oh, that is not good. ഇതുവരെ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഉപയോഗിക്കുന്ന വഴി തന്നെ കേട്ടോ. ചോറ് വിളമ്പാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മൾ മുമ്പൊക്കെ കഴിച്ച പോലത്തെ ഇങ്ങനെ ഒരു സ്റ്റാൻഡിന്റെ മുകളിൽ നിൽക്കുന്ന പാത്രമാണ്, കുറച്ച് ഹൈറ്റുള്ള പാത്രമാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് മണ്ണിൻ്റെയാണ്, ഉണ്ടോ, ക്ലേ കൊണ്ടുണ്ടാക്കിയ പാത്രമാണ്. ഇവിടെയും ഫോർമാലിറ്റി ഉണ്ട് കേട്ടോ. ഇത് ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയില്ല. താങ്ക് യു ബ്രോ. Thank you, sir. എന്നെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഭക്ഷണം അവരെടുത്തോളാം എന്ന് പറഞ്ഞിട്ട്. Try this. യെസ്. അപ്പൊ അവര് ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലാരും ഇല്ല, നമുക്ക് എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ചോറും ഓംലെറ്റും ആയിരിക്കുമെന്നാണ്. പക്ഷേ ഇതിപ്പോ ഒരുപാട് ഐറ്റംസ് ആയിട്ടോ. ചോറ് നേരത്തെ പറഞ്ഞ പോലെ, പിന്നെ ഓംലെറ്റ് ഉണ്ട്. ഓംലെറ്റ് ഇങ്ങനെ ഓംലെറ്റ് ആയിട്ടുണ്ട്. പിന്നെ മുട്ടതാ ബുർജി ആയിട്ട് ഈ സാധനം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ സാധനത്തിൽ ഞാൻ വൻ പ്രതീക്ഷ വെക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളിവിടെ പോയപ്പോൾ പാമ്പോർ വില്ലേജിൽ പോയപ്പോൾ അവിടെ ഇങ്ങനത്തെ സാധനം കഴിച്ചിരുന്നു. കീഴിലെ സംഭവമായിരുന്നു. എന്തോ ഒരു ചീര ടൈപ്പ് സാധനമാണ്. പിന്നെ അവർ വാങ്ങിച്ച തൈരുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മെയിൻ ഐറ്റം മട്ടൻ കറി. ഇത് ദാലാണ്. ഇത് കദ്ദു എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു വെജിറ്റബിൾ ഐറ്റം. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കഴിച്ചോ മറ്റേ. എങ്ങനെയുണ്ട് ഇവരുടെ കറി? നമ്മുടെ മുസ്താഖ് ബ്രോന്റെ കുക്കിംഗ് എങ്ങനെയുണ്ട് എന്ന് അറിയണമല്ലോ. പെട്ടെന്ന് എടിപിടിയിൽ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വെച്ചിരുന്നു കേട്ടോ. പക്ഷേ കൊള്ളാം. അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം കേട്ടോ. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ അടുക്കളയിലെ ജനലിൽ കൂടി നോക്കുമ്പോൾ ദൂരെ കാണുന്ന ആ മലയില്ലേ, അതും പാകിസ്ഥാനാണ് കേട്ടോ. POK. ഇപ്പോൾ കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത് ഈ അടുക്കളൻ്റെ സീലിംഗ് കണ്ടോ, ഭയങ്കര ഡിസൈനൊക്കെ ആയിട്ട് എന്തോ ഒരു ഷീറ്റാണ് അത്രേ. നമ്മുടെ മൈക്ക് ഒട്ടിക്കില്ല, അതുപോലത്തെ എന്തോ സംവിധാനമാണ് അത്രേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മളെ സുഹൃത്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയതും കഴിച്ചതുമായിട്ടുള്ള സകലമാന പാത്രങ്ങളൊക്കെ നല്ല തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കി അവിടെ അടുക്കി വെച്ചിട്ടോ. നല്ല ഒതുക്കത്തിൽ വെച്ചു. പുറത്ത് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം 2:45 ആയിട്ടോ. നമുക്ക് ടീറ്റുവാൾ വിടാനുള്ള സമയമായി എന്ന് തോന്നുന്നു. മിക്കവാറും നമുക്ക് പോകുന്ന വഴി ചാനിപ്പോര ഇല്ലേ, നമ്മൾ ഇന്നലെ താമസിച്ച വില്ലേജ്, അവിടെയും ഒരു മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. അവിടെ ആ വീട്ടിൽ പോയിട്ട് ഒരു ചായ കുടിക്കാതെ പോകാൻ അവർ സമ്മതിക്കും തോന്നുന്നില്ല. അപ്പം എന്തായാലും നമുക്ക് മുഷ്താഖ് ബ്രോ പറഞ്ഞു നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കൂടിയും അവിടെ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടോ. അതിനുശേഷം അവരുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉള്ള 2-3 അമ്മാവന്മാരുടെ വീടുകളിലൊക്കെ ഒന്ന് പോയി അവരോടൊക്കെ ഒന്ന് സംസാരിച്ചു. അപ്പോഴത്തേക്കും സ്കൂൾ വിട്ടിട്ട് അമ്മാവന്മാരുടെ മക്കളൊക്കെ വന്നു കേട്ടോ. അങ്ങനെ ആ റോഡ് സൈഡിൽ ആ കടേന്റെ അവിടെ നിന്നിട്ട് അവരോടൊക്കെ കുറെ നേരം നമ്മുടെ മുസ്താഖ് ഭായ് സംസാരിച്ചു. അവരൊക്കെ നല്ല അടിപൊളി റിലേഷൻഷിപ്പാണ്, നല്ല ബന്ധമാണ്, മക്കളോടൊക്കെ ഭയങ്കര സ്നേഹമൊക്കെയാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് കുറച്ചു നേരം നിന്നതിന് ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ ശരിക്കും നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്.
അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് വണ്ടി എടുത്തിട്ട് പുറപ്പെട്ടു. ഇനി നമ്മൾ ഇവിടുന്ന് പോവാണ്. മിക്കവാറും നമ്മൾ ചാനിപ്പുറയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുള്ളൂ താരപ്പുരയിലെ വീട്ടിലേക്ക് എത്താം. അങ്ങനെ വീണ്ടും നമ്മൾ ഇന്നലെ താമസിച്ച ചനിപ്പോര എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തിട്ടോ. അവിടെ ഇന്നലെ നമ്മളെ കണ്ടില്ലേ വഹീദ് ബ്രോ, പുള്ളിയുടെ വീടിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കി, ഞാനിത് എത്ര പ്രാവശ്യമായി പറയണു. പക്ഷേ ഈ ഭംഗി ഇങ്ങനെ കാണുന്നതിനേക്കാളും നോക്കൂ, ഇത് വഹീദ് ബ്രോയുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് കാണുന്ന വ്യൂ ആണെന്ന് പറയുമ്പോഴാണ് അതിന് കുറച്ചും കൂടിയും ഒരു രസം കേട്ടോ. എന്താ പറയുക, ഒന്നും പറയാനില്ല. അങ്ങനെ വഹീദ് ബ്രോൻ്റെ വീട്ടിൽ കയറി അവിടെ ഇരുന്നാൽ പിന്നെ അറിയാലോ, അവർ ചായ കൊണ്ടുവരും, ചായ കുടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ചായക്ക് കുറേ ഐറ്റംസൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അതുപോലെ വഹീദ് ബ്രോയുടെ ചെറിയ അനിയനുണ്ട്, അവനോടൊക്കെ കുറച്ച് സംസാരിച്ചു. ഇപ്പോൾ വഹീദ് ബ്രോ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് വേറൊരു കാര്യം, ഇവർ സംസാരിക്കുന്നത് കാശ്മീരി ഭാഷ അല്ല കേട്ടോ. ഇവർ സംസാരിക്കുന്നത് ഇവരുടെ ഒരു പഹാഡി ലാംഗ്വേജാണ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കയറി ഇറങ്ങിയ സാധന പാസ് ഇല്ലേ, ആ സാധന പാസിന് ഇപ്പുറത്ത് ഈ കർണ റീജിയനിൽ 60 വില്ലേജിൽ ആകെ 2 വില്ലേജിലെങ്ങാണ്ടുള്ളൂ അവർ കശ്മീരി സംസാരിക്കും, ഈ പഹാഡി ഭാഷയും സംസാരിക്കും. ബാക്കിയുള്ള എല്ലാ വില്ലേജിലും സംസാരിക്കുന്നത് ഈ പഹാഡി ഭാഷയാണ് കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. പഹാഡി ഭാഷയ്ക്ക് ലിപിയൊന്നുമില്ല കേട്ടോ. അവർ ചില ആൾക്കാർ അത് എഴുതും, അത് പക്ഷേ ഉറുദു അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് അത്ര എഴുതുക. അപ്പോൾ 1-2 ബുക്കുകളൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള 60 വില്ലേജുകളിൽ ഒരൊറ്റ വില്ലേജിൽ സിഖ് മതവിശ്വാസികൾ ജീവിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു സിഖ് ഗുരുദ്വാരയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കൂടി അവരോട് സംസാരിച്ചിരുന്ന് നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇനി തിരിച്ചു പോവാണ്. ഓക്കെ, താങ്ക് യു, നൈസ് ടു മീറ്റ് യു, ബൈ ബൈ. എന്തൊരു തണുപ്പാ. അങ്ങനെ നമ്മൾ സാധന ടോപ്പിലെത്തിട്ടോ. നമ്മളെ ഈ റൂട്ടിൽ ഏറ്റവും ഹയസ്റ്റ് പാസ്സാണിത്. ഇപ്പം നമ്മളത് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് പോകുന്നു കേട്ടോ. ഇവിടെ നിർത്താൻ കാരണം അവിടുത്തെ ഒരു കാര്യം പറയാനുണ്ട്. അതായത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ മുഷ്താഖ് ബ്രോ പറഞ്ഞിരുന്നു ഇവിടെ ഭയങ്കര ചെക്കിങ് ഉണ്ടാവുന്നു കേട്ടോ. നമ്മുടെ വണ്ടിയും നമ്മളെ പേഴ്സണലി ഒക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ. അതായത് നമ്മൾ ഈ സാധന ടോപ്പ് എത്തുന്നതിന് മുമ്പ്, കുറച്ച് മുമ്പ് കേട്ടോ, ഒരു കിലോമീറ്റർക്ക് മുമ്പ് ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ടേ. അത് കുറച്ച് ആധുനികമായി സജ്ജീകരിച്ചതാണ് കേട്ടോ. ഒരു മൗണ്ടൻ പാസിൽ ഇങ്ങനെ ഒരു ചെക്ക് പോയിൻ്റ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. സാധാരണ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ടാവും, അവിടെ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയും, നമ്മുടെ ഡീറ്റെയിൽസൊക്കെ നോക്കും, എന്നിട്ട് പറഞ്ഞു വിടും, അത്രേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിനെ റൗണ്ടി വരണം. അപ്പോൾ അതിന് മുമ്പ് ഫസ്റ്റ് വണ്ടി നിർത്തണം, എന്നിട്ട് നമ്മുടെ ബാഗെല്ലാം എടുക്കണം. വണ്ടിയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എടുത്തിട്ട് അത് ക്യാരി ചെയ്തിട്ട് നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറണം. എന്നിട്ട് അത് നമ്മൾ എയർപോർട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ 2 മെഷീനിൽ നമ്മുടെ ഈ ബാഗും ഒക്കെ സ്ക്രീൻ ചെയ്യും, എന്നിട്ട് അപ്പുറത്തേക്ക് പോകും. പിന്നെ നമ്മൾ ഈ മെറ്റൽ ഡിറ്റക്ടറില്ലേ അതിൻ്റെ അകത്തൂടെ കടന്നു പോകണം. എയർപോർട്ടിലൊക്കെ ചെക്ക് ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വിരിച്ച് നിർത്തിയിട്ട് ഫുള്ളി ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ അപ്പുറത്ത് പോയിട്ട് നമ്മൾ ആധാർ കാർഡും നമ്മളെ പെർമിറ്റൊക്കെ കാണിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ കണ്ണും സ്കാൻ ചെയ്യും, നമ്മളെ ഫോട്ടോ എടുക്കും, നമ്മളെ ഡീറ്റെയിൽസ്, ബാക്കി ഡീറ്റെയിൽസൊക്കെ അവർ എഴുതിയെടുക്കും. ആധാർ കാർഡൊക്കെ ഫോട്ടോ എടുത്തിട്ട് അതും സ്കാൻ ചെയ്ത് വെക്കും. എന്നിട്ട് അപ്പുറത്ത് ചെന്നിട്ട് നമ്മളെ ബാഗിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മളെ ബാഗ് നമുക്ക് തരും. പിന്നെ ഡ്രൈവർ അപ്പുറത്ത് പോയിട്ട് ഇതേപോലെ ഡ്രൈവറും ചെയ്യണം. അതിനുശേഷം ഡ്രൈവർ വണ്ടി എടുത്തിട്ട് ഈ ബിൽഡിങ്ങിനെ ചുറ്റിയിട്ട് വണ്ടികൾ സ്കാൻ ചെയ്യുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ട്, അതുവഴി സ്കാൻ ചെയ്യണം. അത് കൂടാതെ അവിടെ ഈ സ്പെഷ്യലി ട്രെയിനിങ് കിട്ടിയിട്ടുള്ള പട്ടാളത്തിൻ്റെ ആർമിയുടെ നായ്ക്കളുണ്ട് കേട്ടോ, അവരും ചെക്ക് ചെയ്യും. എന്നിട്ട് വണ്ടി സ്കാൻ ചെയ്തിട്ട് വണ്ടി അപ്പുറത്തേക്ക് വരും. പിന്നെ നമുക്ക് ബാഗ് എടുത്തിട്ട് അപ്പുറത്തൂടെ ഇങ്ങോട്ട് പോരാൻ പറ്റും. അതായത് ഒരു എയർപോർട്ടിൽ നടക്കുന്നതിനേക്കാളും ഭയങ്കര ചെക്കിങ്ങാണ് ഒരു മൗണ്ടൻ പാസിൽ നടക്കുന്നത് കേട്ടോ, സാധന ടോപ്പ്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോർഡർ വില്ലേജാണ്. പക്ഷേ അത് മാത്രമല്ല, അപ്പുറത്തുനിന്ന് മുമ്പ് പല പ്രാവശ്യം, ഇപ്പോൾ നടക്കുന്നുണ്ടോയെന്ന് അറിയില്ല, അതുകൊണ്ടായിരിക്കാം ചെക്കിങ്. അതായത് പാകിസ്ഥാനിൽ നിന്ന് ഈ റൂട്ട് വഴി ഡ്രഗ് ട്രാഫിക്കിംഗ് ഉണ്ടായിരുന്നു, അത്ര മയക്കുമരുന്ന് കടത്തിയിരുന്നു ആൾക്കാരിൽ നിന്ന്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ചെക്കിങ് കേട്ടോ. എന്തായാലും അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയി. ആക്ച്വലി ഈ ചെക്കിംഗ് ഒക്കെ നടന്നിരുന്നത് ഈ സാധന ടോപ്പിലായിരുന്നു.
അങ്ങോട്ട് പോകുന്ന വണ്ടികളും ഇങ്ങോട്ട് പോരുന്ന വണ്ടികളൊക്കെ ചെക്ക് ചെയ്യുന്നത് സാധാരണ ടോപ്പിലായിരുന്നു. അത് സാധാരണ രീതി ചെക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ ഈ പുതിയ ടെക്നോളജിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പുതിയ ചെക്ക് പോയിന്റ് പുതിയത് വന്നതാണ്. അത് ഇന്നാണ് തുടങ്ങുന്നത്. നമുക്ക് അതിനുള്ള ഭാഗ്യം കൂടി കിട്ടി. ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് പോകുന്നു. ഇനി നമ്മൾ ഈ മലയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ജസ്റ്റ് കണ്ടോ, ഈ മഞ്ഞൊക്കെ കണ്ടപ്പോൾ ഇവിടെ നിന്നിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഈ കാര്യം പറയാം എന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഇവിടെ മാത്രമേ മഞ്ഞുള്ളൂ കേട്ടോ. ഇവിടെ മാത്രം മീൻസ് ഈ മലകളുടെയൊക്കെ ഏറ്റവും ടോപ്പിൽ മാത്രമേ മഞ്ഞുള്ളൂ. അപ്പോൾ ആ മഞ്ഞുള്ള ഭാഗത്ത് ഇങ്ങനെ വെയിലറച്ചിട്ട് തിളങ്ങുന്നുണ്ടോ. ബാക്ക് സൈഡ് ആ ഓക്കെ ഓക്കെ ഓക്കെ. ബംഗസ് വാലി എന്ന് പറയുന്നൊരു വാലി ഉണ്ടല്ലോ, നമ്മുടെ ഗുൽമാർഗിനേക്കാളൊക്കെ ഭംഗിയുള്ള വാലിയാണ് അത്. ഈ ഭാഗത്തിൻ്റെ അപ്പുറത്താണ് അത്രേ. എന്തായാലും അടിപൊളി അല്ലേ. താഴത്തെ വില്ലേജിലൊന്നും കാര്യമായ തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ ഇത് ഏറ്റവും ടോപ്പാണ്. മുസ്താഖ് ഭായ്, കിतना है altitude किधर? 10,000 feet almost. ഓ 10,000 അടിയാണ്. 9,990. ഓക്കെ 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 മതി മതി. ഏറെക്കുറെ 10,000 അടിയാണ് ഹൈറ്റ്. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. Freezing. 12 months. Same. Here. Okay. Start karo. Shivering here. അങ്ങനെ വണ്ടി എടുത്തിട്ട് നമ്മൾ പുറപ്പെട്ടു കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ കയറിപ്പോയ ഒരുപാട് ദൂരം നമുക്കിനി ഇറങ്ങിപ്പോവാനുണ്ട്. വളരെ സൂക്ഷിച്ച് ഒരുപാടൊന്നും സ്പീഡിലല്ലാതെ മുസ്താഖ് ബ്രോ വണ്ടി ഓടിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ ഇക്ബാൽ ബ്രോ വിളിച്ചിരുന്നു. താരത്പറയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സാധന ടോപ്പിൽ നല്ല കോടമഞ്ഞ് മൂടിയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിസിബിലിറ്റി ഒട്ടും ഉണ്ടാവില്ല. നല്ല ബുദ്ധിമുട്ടായിരിക്കും. സേഫ്റ്റി ബാരിയേഴ്സ് ഒന്നുമില്ലാത്ത റോഡിലൂടെ കോടമഞ്ഞ് കൂടി ആയിക്കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്നത് സേഫ് അല്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വരണ്ട. പുറപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്നുകൂടി അവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ നേരത്തെ വന്നാൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിളിച്ചത്. പക്ഷേ അപ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ദൂരം പിന്നിട്ടിരുന്നു. അത് മാത്രമല്ല, ഇവിടെ സാധന ടോപ്പിൽ നമ്മളിപ്പോൾ കണ്ടല്ലോ, അവിടെ കോടമഞ്ഞൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത് അവരുടെ ആ ഒരു സ്നേഹമാണ് കേട്ടോ. കലർപ്പില്ലാത്ത ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റും കേട്ടോ. അതായത് പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ശരിക്കും ഒരു സഹോദരനെ പോലെയാണ് കേട്ടോ ഇവർ രണ്ടുപേരും എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. മുൻപ് വന്നപ്പോഴും അതെ, ഇപ്പോൾ വന്നപ്പോഴും അതേപോലെ തന്നെ. എന്തായാലും ഇരുട്ട് പരന്നു തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ താരത്പുരയിലെത്തി കേട്ടോ. അതിനുശേഷം വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ഉപ്പ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. അതിനുശേഷം വീണ്ടും അങ്ങാടിയിലേക്ക് പോയി ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അത്യാവശ്യം 1-2 ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങി തിരിച്ചു വന്നു. റെസ്റ്റോറൻറ്റിൽ പോകുമ്പോണ്ടല്ലോ എനിക്ക് നല്ല തണുപ്പാണേ. അപ്പോൾ ഇക്ബാൽ ബ്രോ പുള്ളിയുടെ ജാക്കറ്റ് അയച്ച് എനിക്ക് തരികയാണ്. തണുപ്പുണ്ടെങ്കിൽ ഇത് ധരിച്ചോ എന്ന് പറഞ്ഞിട്ട്. എന്താ പറയുക, ഇനി ഇവരുടെ സ്നേഹത്തിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. ഇതാ ഈ ഒരു ഭക്ഷണം കഴിക്കുന്നതോടെ ഇന്നത്തെ കശ്മീരിലെ അനുഭവങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ. Aşağı.